പടം പൊട്ടും എന്ന് ഉറപ്പായി. എന്ത്? ശബരിമലയിൽ മോഹൻലാൽ പോയതിനിട്ട കമന്റാണ് പടം പൊട്ടും എന്ന് ഉറപ്പായി എന്നുള്ളത്. എൻ്റെ പേജിൽ കയറി നോക്കാൻ നേരത്ത് ഞാൻ വിചാരിച്ച പുള്ളിക്കാരൻ്റെ രണ്ട് നിരീശ്വരവാദിയാണെന്ന്. പേജിൽ കയറി നോക്കാൻ നേരത്ത് പുള്ളിയൊക്കെ ഗംഭീര വിശ്വാസിയാണ്. അത് ശ്രദ്ധിച്ച് നോക്കുക. ഞാനിപ്പോൾ വായിക്കാൻ പോകുന്ന കുറച്ച് കമന്റുകളാണ്. മോഹൻലാൽ ഇന്ന് ശബരിമലയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു കമന്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഫസ്റ്റ് ഷോ ശബരിമലയിലായിരിക്കും എന്നുള്ള രീതിയിലൊരു കമന്റാണ് ചെയ്യുന്നത്. ഇതുപോലെ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് ശബരിമലയിൽ പോകുന്നു. എമ്പുരാൻ എന്ന് പറഞ്ഞ പടം 27 റിലീസ് ചെയ്തു. ഈ എമ്പുരാന് വേണ്ടി ശബരിമല തുറക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തുറക്കുന്ന അമ്പലമൊന്നുമല്ല ശബരിമല തുറക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മോഹൻലാൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. എമ്പുരാന് വേണ്ടിയാണോ അല്ലയോ എന്നൊക്കെ മോഹൻലാലിൻ്റെ ഇഷ്ടമാണ്. ശബരിമലയിൽ പോകുന്ന എന്തിനാണ്? കുറേ നാളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഈ മോഹൻലാലുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അമ്പലത്തിൻ്റെ ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് വെറുതെ കുറേ ആൾക്കാർ പൊട്ടിച്ചിരിക്കുകയും ബഹളം വയ്ക്കുകയും ഓരോ കമൻ്റ് ഇടുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ മോഹൻലാലും ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? മമ്മൂട്ടിക്ക് വേണ്ടി, മുഹമ്മദ് കുട്ടിക്ക് വേണ്ടി വിശാഖം നക്ഷത്രത്തിൽ വഴിപാട് നടത്തി മോഹൻലാൽ. ഇതാണ് മോഹൻലാലും ഇത്തരത്തിൽ കമൻ്റ് ഇടുന്ന ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം. ഇത് വലിയ വ്യത്യാസമാണ്. ഇന്ന് കമൻറ്റ് ബോക്സിലൊക്കെ കുറേ ആൾക്കാർ മോഹൻലാലുമായി ബന്ധപ്പെട്ടുള്ള ശബരിമലയിൽ പോകുന്ന മോഹൻലാലിൻ്റെ വിഷ്വൽസൊക്കെ എല്ലാ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും ശബരിമലയിൽ പോകുന്നതല്ലേ, പിന്നെ എന്തിനാണ് മോഹൻലാലിൻ്റെ വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് ആൾക്കാർ വാർത്ത കൊടുക്കുന്നതെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കാരണം അത് പോകുന്നത് മോഹൻലാലായതുകൊണ്ട്, മോഹൻലാൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേര് മോഹൻലാൽ ഈ സൊസൈറ്റിയിലുണ്ട്. അതുകൊണ്ടാണ് വാർത്ത കാണുന്നത്. അതുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർ മോഹൻലാൽ ശബരിമലയിൽ നിൽക്കുന്ന വാർത്ത ടി വിയിലോ ന്യൂസിലോ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഈ വാർത്ത കാണുന്നത്. ഒരു സാധാരണക്കാരൻ, ആർക്കും അറിയാത്തൊരാൾ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കാണും? ഇല്ല. അതുതന്നെയാണ് വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഈ കമൻ്റ് ഇട്ട് കരയുന്ന, ബഹളം വെക്കുന്ന, മോഹൻലാൽ ഒരു അമ്പലത്തിൽ പോയി ഒരു വഴിപാട് നടത്താൻ നേരത്തെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ചില ആൾക്കാർ സംഗീതമൊക്കെ വിളിക്കാറുണ്ട് മോഹൻലാൽ. ചില ആൾക്കാർ മോദിക്ക് ബ്ലോഗ് എഴുതി എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നതാണ്. ചില ആൾക്കാർ ഈ അനാചാരത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതാണ്. ഈ നാട്ടിൽ അമ്പലങ്ങളുണ്ട്, പള്ളികളൊക്കെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം അടച്ചിടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാരുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ ഞാൻ ബാക്കി പറയുന്നില്ല. ഈ പുള്ളിക്കാരൻ്റെ പേജിൽ കയറി നോക്കാൻ നേരത്ത് ഞാൻ വിചാരിച്ച പുള്ളിക്കാരൻ്റെ രണ്ട് നിരീശ്വരവാദിയാണെന്ന്. പേജിൽ കയറി നോക്കാൻ നേരത്ത് പുള്ളിയൊക്കെ ഗംഭീര വിശ്വാസിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷ്വൽസൊക്കെ എടുത്ത് പുള്ളിക്കാരൻ ഷെയർ ചെയ്യുന്നുണ്ട്. അനാവശ്യമായ രീതിയിൽ മോഹൻലാലിനെ പോലൊരാൾ ശബരിമലയിൽ പോകുന്ന നേരത്ത് ഫസ്റ്റ് ഷോ ശബരിമലയിലാണോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ദുരുദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അടുത്തൊരു കമൻറ്റ് ഇങ്ങനെയാണ്, പടം പൊട്ടും എന്ന് ഉറപ്പായി. എന്ത്? ശബരിമലയിൽ മോഹൻലാൽ പോയതിനിട്ട കമൻ്റാണ് പടം പൊട്ടും എന്ന് ഉറപ്പായി എന്നുള്ളൊരു കമൻറ്റ് വന്നിരിക്കുന്നത്. അടുത്തൊരു കമൻറ്റ്, പാത്രം കൊട്ടി വരവേൽക്കാം എന്നുള്ള രീതിയിലൊരു കമൻറ്റാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലാവും. ഒരു പടം ഹിറ്റാവാൻ എന്തെല്ലാം കടമ്പകൾ കടക്കണം? എന്ത്? ശബരിമലയിൽ പോകുന്നതിനെ പറ്റിയാണ്. പടം ഹിറ്റാവാൻ വേണ്ടിയാണ് മോഹൻലാൽ ഇപ്പോൾ ശബരിമലയിൽ പോകുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ വ്യാഖ്യാനിച്ച് വെക്കുന്നത്. അയ്യപ്പന് പോലും പറ്റില്ലെന്നാണ് തോന്നുന്നത്. പ്രിവ്യൂ കണ്ടതോടെ പൊളിയും എന്ന് മനസ്സിലാക്കി, അത് തന്നെ എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിനെ കാണാൻ നേരത്ത്, മോഹൻലാൽ ഇപ്പോൾ ശബരിമലയിൽ പോകുന്നു, മോഹൻലാലിന് ശബരിമലയിൽ പോയിക്കൂടെ? നമ്മുടെ നാട്ടിൽ ഒരു പൗരന് പോയിക്കൂടെ? മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പോയിക്കൂടെ? മോഹൻലാൽ എന്ന് പറഞ്ഞ വിശ്വാസിക്ക് പോയിക്കൂടെ? അവിടെ പോകുന്ന നേരത്ത് ഇങ്ങനെയൊക്കെ കമൻറ്റ് കുറേ ആൾക്കാർ എഴുതിയിരുന്നു. ഈ കമൻറ്റ് ഇടുന്നവരൊക്കെ നിരീശ്വരവാദികളായിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രൊഫൈൽ കയറി നോക്കാൻ നേരത്ത് ഇവരൊക്കെ വിശ്വാസികളും അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമുള്ളവരും ഒക്കെ തന്നെയാണ്. ചില രാഷ്ട്രീയ പാർട്ടികളിലുമൊക്കെ പ്രവർത്തിക്കുന്നവരും അതിൻ്റെയൊക്കെ പോസ്റ്റൊക്കെ ഷെയർ ചെയ്യുന്നവരൊക്കെ തന്നെയാണ് ഇതുപോലെയൊക്കെ വലിയ രീതിയിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിന്? മോഹൻലാൽ അമ്പലത്തിൽ പോകുന്നത്, ശബരിമലയിൽ പോകുന്നത്. ഇതും മോഹൻലാൽ ഇവരും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. മുഹമ്മദ് കുട്ടിക്ക് വിശാഖം നക്ഷത്രത്തിൽ വഴിപാട് നടത്തുന്ന മോഹൻലാലിനെ നിങ്ങൾക്ക് അവിടെ കാണാം. മനസ്സിലായില്ലേ? അതാണ് മോഹൻലാലും ഇവരെ പോലുള്ള ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം. കുറേ നാളായിട്ടുള്ള കലാപരിപാടിയാണ് മോഹൻലാലിന് പിന്നാലെ. ഇതുപോലെ കുറേ ആൾക്കാരുണ്ട്. സുരേഷ് ഗോപിക്ക് പിന്നാലെ, വേറെ കുറച്ച് ആൾക്കാർ സുഡാപ്പി എന്നും പറഞ്ഞ് മമ്മൂട്ടിക്ക് പിന്നാലെ. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എന്തിനാണ് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? ഇവിടെ ആൾക്കാർ സമാധാനമായിട്ട് ജീവിക്കുകയാണ്. മോഹൻലാലിൻ്റെ വിശ്വാസപ്രകാരം ഒരു നടനാണെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ലേ? വിശ്വാസം ഈ നാട്ടിൽ നടക്കൂലേ? ഇതൊക്കെ മോഹൻലാലിൻ്റെ സ്വാതന്ത്ര്യമല്ലേ? ഈ കമൻറ്റ് ബോക്സിൽ പോയിട്ട് വിവരക്കേട് വിളിച്ച് പറയുന്നതാണോ? ശരിയാണോ എന്നൊക്കെ എല്ലാവരും ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.